ഹായ് ഓൾ, അയോട്ടോപ്പിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർലമെൻറ്റ് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ആ പാർലമെൻറ്റിലേക്ക് ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഈ വേളയിൽ പാർലമെൻ്ററി സംവിധാനം നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിൽ ലോക്സഭയും രാജ്യസഭയും ഇന്ത്യൻ പ്രസിഡൻറ്റും കൂടിച്ചേരുന്നതാണ് നമ്മുടെ പാർലമെൻറ്റ്. പാർലമെൻ്ററി സംവിധാനം എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. എന്നാൽ ബ്രിട്ടനിലുള്ള പാർലമെൻ്ററി സംവിധാനം അതേപടി ഇന്ത്യയിൽ നടപ്പാക്കുകയല്ല നമ്മൾ ചെയ്തത്. ഇന്ത്യൻ പാർലമെൻ്ററി സിസ്റ്റവും ബ്രിട്ടീഷ് പാർലമെൻ്ററി സിസ്റ്റവും തമ്മിൽ മർമ്മപ്രധാനമായ ഒരു വ്യത്യാസമുണ്ട്. ഇന്ത്യയിൽ സൂപ്രമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാണോ സൂപ്രമസി ഓഫ് പാർലമെൻ്റ് ആണോ? അതായത് ഇന്ത്യയിൽ അധികാരം പാർലമെൻറ്റിനേക്കാൾ അധികാരം കോൺസ്റ്റിറ്റ്യൂഷനാണോ, കോൺസ്റ്റിറ്റ്യൂഷനേക്കാൾ അധികാരം പാർലമെൻറ്റിനാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മൾ പൊതുവേ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതും പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നതും പുതിയ നിയമങ്ങൾ നടപ്പാക്കുന്നതും എല്ലാം പാർലമെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പൊതുവേ ചിന്തിക്കും ഇന്ത്യയിൽ അധികാരം ഭരണഘടനയേക്കാൾ അധികാരം പാർലമെൻറ്റിനാണ് എന്ന്. അങ്ങനെയാണ് എങ്കിൽ തെറ്റി. ഇന്ത്യയിൽ പാർലമെൻറ്റിനല്ല കൂടുതൽ അധികാരം കോൺസ്റ്റിറ്റ്യൂഷനാണ്. എന്ന് വെച്ചാൽ പാർലമെൻറ്റ് പ്രവർത്തിക്കുന്നത് പോലും കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഒരു അനുച്ഛേദ പ്രകാരമാണ്. പാർലമെൻറ്റ് എപ്പോൾ കൂടണം, എപ്പോൾ കൂടരുത്, എങ്ങനെ കൂടണം, എങ്ങനെ കൂടരുത് എന്ന് വ്യക്തമായി കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഭേദഗതി ചെയ്യാം, പക്ഷേ പാർലമെൻറ്റ് ഭേദഗതി ചെയ്യുമ്പോൾ ഭരണഘടനയുടെ ഏതെല്ലാം ഭാഗങ്ങൾ എങ്ങനെയൊക്കെ ഭേദഗതി ചെയ്യാൻ പാടുള്ളൂ എന്ന് വ്യക്തമായി കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു. നിങ്ങൾക്ക് നിയമങ്ങൾ ഉണ്ടാക്കാം, നിങ്ങൾ എത്ര നിയമങ്ങളും ഉണ്ടാക്കിക്കോ, പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുന്ന നിയമം ഞാനെന്ന നിയമ സംവിധാനത്തിന് ഉള്ളിൽ നിൽക്കുന്നതായിരിക്കണം എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ വ്യക്തമാക്കുന്നു. ഇനി നിങ്ങളുണ്ടാക്കുന്ന നിയമം ഞാനെന്ന നിയമ സംവിധാനത്തിന് വെളിയിലാണ് എങ്കിൽ, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിയമങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്കിൽ അതിലേക്ക് സുപ്രീം കോടതി ഇടപെടും, ആ നിയമത്തെ അസാധുവാക്കും. ദാറ്റ്സ് വൈ വി കോൾ സുപ്രീം കോർട്ട് ആസ് ദ ഗാർഡിയൻ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്ന് നമ്മൾ ആരെ വിളിക്കുന്നത്? സുപ്രീം കോടതിയെ വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലോക്സഭ പാസാക്കി, രാജ്യസഭ പാസാക്കി, പ്രസിഡന്റ് ഒപ്പുവെക്കുന്ന ഒരു നിയമത്തിൽ പോലും ഇടപെടാൻ ആർക്ക് അധികാരമുണ്ട്? സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ സൂപ്രമസി ഓഫ് പാർലമെൻ്റ് അല്ല, സൂപ്രമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. എന്നാൽ ബ്രിട്ടനിൽ ഇതല്ല സ്ഥിതി. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കിയാൽ ബ്രിട്ടീഷ് ഹൗസ് ഓഫ് ലോർഡ്സും ഹൗസ് ഓഫ് കോമൺസും പാസ്സാക്കുന്ന നിയമത്തിൽ ഇടപെടാൻ ഒരു ബ്രിട്ടീഷ് കോടതികൾക്കും അധികാരമില്ല. എന്ന് വെച്ചാൽ അവിടെ പാർലമെൻറ്റ് സുപ്രീമാണ്. ഇന്ത്യയിൽ സുപ്രീം പാർലമെൻ്റ് അല്ല, കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇതാണ് ഇന്ത്യൻ പാർലമെൻ്ററി സിസ്റ്റവും ബ്രിട്ടീഷ് പാർലമെൻ്ററി സിസ്റ്റവും തമ്മിലുള്ള മർമ്മപ്രധാനമായ വ്യത്യാസം. അപ്പം ഓർക്കുക, ഇന്ത്യയിൽ കൂടുതൽ അധികാരം കോൺസ്റ്റിറ്റ്യൂഷനാണ്, പാർലമെൻ്റ് അല്ല. ഇതുപോലൊരു പുതിയ അധ്യായവുമായി വീണ്ടും കാണാം. നൗ സൈനിങ് ഔട്ട്, കിവിൻ സുധാകരൻ, അയോട്ടോപ്പിയ.